ഒരാസുലഭ പുസ്തകം. ഗർഭകാല വ്യായാമങ്ങൾ. ജഗതു പിള്ളസാറിന്റെ ചൂണ്ടിയതാ. ഇത് നോക്കി ചെയ്താൽ മതി. 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. വൃത്തിയുള്ള തറയിൽ വൃത്തിയായിട്ടിരിക്കുക. എന്നിട്ട് പിന്നോട്ട് മലരുക. 2 കാലും ഒരേപോലെ പൊക്കി തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയത് വ്യായാമത്തിലായിരുന്നു, അവസാനിച്ച വ്യായാമത്തിലല്ല. ഐറ്റം നമ്പർ 2 വേണ്ട, ഞങ്ങൾ രാവിലെ TV കണ്ട് ചെയ്തോളാം. അയ്യോ, അതൊന്നും കയറി ചെയ്തോളരുത്. അതൊക്കെ ഗർഭം ഇല്ലാത്ത സ്ത്രീകൾക്കുള്ളതാ, അപകടമാണ്. കാസർഗോഡ് ലിങ്ക് വരുമ്പം ഗർഭമുള്ള സ്ത്രീകൾക്കുള്ള വ്യായാമങ്ങൾ വരും, അപ്പൊ ചെയ്താൽ മതി. അന്നേരത്തേക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്ത് പോയി. സുധു ഒന്ന് പോകുന്നുണ്ടോ? അതെ, ഞാൻ പോവാ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരട്ടെ. ഓക്കേ. ഡെയ്സി ആന്റിയല്ലേ ഇവിടെ കൂട്ടിനിടക്കുന്നത്? നിങ്ങളുടെ മറ്റേ സ്വഭാവം ഇവിടെ ഇറക്കരുത്. കൂർക്കം വലി അമ്മാള് കേട്ടിട്ടല്ലോ, 7 നിലയിലാ കൂർക്കം വലി. രാത്രി കിടന്ന് ഉറങ്ങുമ്പോ കൂർക്കം വലിക്കാതെ കട്ടവണ്ടി വലിക്കും. എന്റെ അമ്മേ, ഇതിലും ഭേദമാ കട്ടവണ്ടി. ഈശ്വര, ടിറ്റോ ഇതൊന്നും അറിയില്ലേ. വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. അമ്മായി. എന്ത് പറ്റി ഗോപ? മേജറിന്റെ മകൻ മരിച്ചു. ആര്? ടിറ്റോയോ? അങ്കിൾ, ഇവിടെ ഇന്ന് എന്നെ ബോംബെ കേൾക്കണം. അണ്ണാ, ഒരു ടിക്കറ്റ് എടുക്കണം പ്ലെയിന്. പിന്നെ കപ്പലണ്ടി മുട്ടായും. നിനക്കോ? ഒന്നും വേണ്ട. ഡ്രസ് കേട്ടോ അങ്കിളെ. ഇതാരാ? ഒന്ന് വെളിയിൽ പോയേ. ഞങ്ങള് വീട്ടുകാര്യം പറയുമ്പം ഇങ്ങനെ വന്ന് നിക്കാവോ? മര്യാദ വേണ്ടേ? പോ, വെളിയിൽ പോയേ. പോകാൻ. എടാ അച്ചായ, നിനക്ക് സാമ്പാറും അവിയലൊന്നും പോരാ അല്ലേ? ഇറച്ചിയും മീനും വേണം അല്ലേ? എന്താ അവിടെ കറങ്ങി നിൽക്കുന്നേ? ഓഫീസിൽ പോണ്ടേ? പോയേ. വരട്ടെ. ഞാൻ പോയി ശവനം നിൽക്കാവേ. ഞാൻ പോയി ശവനം നിൽക്കട്ടെ, എന്നിട്ട് വരാവൂ. അച്ചായാ, റെഡിയാ? റെഡിന്ന് പറ. റെഡി. എന്നാ വാ. വാ. അച്ഛയാ, വൈകിട്ട് നേരത്തെ വരണം. വരുമ്പോ കുറച്ച് കപ്പലണ്ടി മിഠായി വാങ്ങിച്ചോ. എന്നെ വിട്ടെ, നിന്നെ ഇന്ന് ഞാൻ ബോംബെക്ക് അയക്കുന്നുണ്ട്. നീ ടിറ്റോ ആണെന്ന് വിചാരിച്ചിരിക്കുക. ഭേദാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? താളം തെറ്റിയ മനസ്സാണ്. അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുക, അല്ലാണ്ട് എന്താ ചെയ്യാ? ഞാൻ കഴിക്കത്തില്ല. എനിക്ക് മരുന്ന് വേണ്ട. എനിക്ക് ഒരു അസുഖമില്ല. അണ്ണാ, നമുക്ക് ഡോക്ടർ
അറസ്റ്റ് ചെയ്യണം. ഉം. ശ്ശോ, അടിക്കണ്ട, വരട്ടെ മതി. മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, മോളെ പ്ലീസ്, എനിക്ക് അസുഖമൊന്നുമില്ല അണ്ണാ. മരുന്ന് കഴിക്കാൻ. ഞാൻ കഴിക്കത്തില്ല. അച്ഛൻ പോവാ. അയ്യോ, അച്ചായ പോലെ. മരുന്ന് കഴിക്കുമോ? മരുന്ന് കഴിക്കുമോ? ആ, കഴിക്കാം. ആ. എന്നെ പിടിക്കാതെ. ഞാൻ പിടിച്ചില്ലല്ലോ. വാ. എന്താ എന്റെ ഞാൻ എപ്പോഴും ഛർദിക്കുന്നേ? ഒന്നുമില്ല, ഇന്നലെ കഴിച്ചത് വല്ലതും ദഹിക്കാത്തതാവും. അയ്യോ, അച്ചായ ഇവിടെ വന്നിരി. ഇവിടെ ഇരി. ആ, ഇരിക്കാം. ഇതുകൊണ്ടോ എന്തൊരു വൃത്തിയാടാ. അയ്യോ, അയ്യോ. ദേ, ദേ, അച്ഛൻ പറയുന്നേക്ക്. അച്ഛൻ പറയുന്നേക്ക്. സിസ്റ്റർ ബാൻഡേജ് ഉണ്ടല്ലോ. ഉണ്ട്. കൈ രണ്ട് സോഫ്റ്റ് ആയിട്ട് കട്ടിൽ കെട്ടിയിടണം. കെട്ടഴിയരുത്. ഡോക്ടർ, അത് വേണോ? മയക്കത്തിലാണെങ്കിലും വയറ്റിലിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഇപ്പൊ അറിയില്ല, സെഡേഷല്ല, ഉറങ്ങിക്കൊള്ളും. ടിറ്റോ, അളിയ, ഇനി എന്നെ കൊണ്ടത് പറ്റില്ല. എനിക്ക് വയ്യ. പോടാ, എല്ലാം തമാശയായിട്ട് എടുക്കരുത്. ടിറ്റോ, എന്തിനാടാ നീ എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിക്കുന്നത്? എനിക്ക് നീയാകാൻ പറ്റില്ലടാ. എനിക്ക് നീയാകാൻ പറ്റില്ലടാ. ഞാൻ എന്ത് വേണം നീ പറ. ഞാൻ എന്ത് വേണം നീ പറ. പറയടാ. ടിറ്റോ, പറ. നീ പറ.